ഹലോ ഫ്രണ്ട്സ്, ടെക് ബ്രീഫ് കേരളയിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്വന്തമായി ഒരു ആന്റിന വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട് ബിൽഡ് ചെയ്യുമ്പോഴോ അതിൻ്റെ ബോക്സിന് പുറത്ത് 3dB 6dBi എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. പലരും വിചാരിക്കുന്നത് ഇതെല്ലാം ഒരേ കാര്യമാണെന്നാണ്. എന്നാൽ ഈ ഒരു തെറ്റിദ്ധാരണ കാരണം നിങ്ങളുടെ റേഡിയോ സിഗ്നൽ കംപ്ലീറ്റ് നഷ്ടപ്പെടാം, അല്ലെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ട് തന്നെ കരിഞ്ഞു പോവാം. എന്താണ് DB എന്നും എന്താണ് DBi എന്നും ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും വളരെ ലളിതമായി ഇന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ്. DB. ആദ്യം നമുക്ക് DB അഥവാ ഡെസിബൽ എന്താണെന്ന് നോക്കാം. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, DB എന്നത് കിലോഗ്രാം പോലെയോ മീറ്റർ പോലെയോ ഉള്ള ഒരു നിശ്ചിത അളവല്ല. ഇതൊരു റേഷ്യോ ആണ്. അതായത് രണ്ട് പവർ ലെവലുകൾ തമ്മിലുള്ള വ്യത്യാസം അളക്കാനാണ് നമ്മൾ DB ഉപയോഗിക്കുന്നത്. സിഗ്നലിന് എത്രത്തോളം കൂട്ടം ഗെയിൻ ഉണ്ടായി അല്ലെങ്കിൽ എത്രത്തോളം നഷ്ടം ലോസ് ഉണ്ടായി എന്ന് പറയാൻ നമ്മൾ DB ഉപയോഗിക്കും. ഇതിനൊരു സിമ്പിൾ മാജിക് റൂൾ ഉണ്ട്, റൂൾ ഓഫ് 3. നിങ്ങളുടെ സിഗ്നൽ പവർ പ്ലസ് 3dB കൂടിയാൽ പവർ കൃത്യം ഇരട്ടിയാകും, ഡബിൾ ആകും എന്നർത്ഥം. ഇനി സിഗ്നൽ പവർ മൈനസ് 3dB കുറഞ്ഞാൽ പവർ പകുതിയായി, ഹാഫായി എന്നർത്ഥം. ഉദാഹരണത്തിന്, നിങ്ങളുടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന കേബിളിന് മൈനസ് 3dB ലോസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനർത്ഥം ആന്റിനയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ പകുതി പവറും ആ കേബിളിൽ ഹീറ്റായി നഷ്ടപ്പെട്ടു എന്നാണ്. എന്താണ് DBi? DBiയിലേക്ക് വരാം. ഇതിലെ I സൂചിപ്പിക്കുന്നത് ഐസോട്രോപിക് എന്ന വാക്കിനെയാണ്. എന്താണ് ഈ ഐസോട്രോപിക് ആന്റിന? പ്രകൃതിയിൽ തിയറട്ടിക്കലായി മാത്രം നിലനിൽക്കുന്ന ഒരു ആന്റിനയാണിത്. ഒരു പെർഫെക്റ്റ് ഗോളം, സ്പിയർ, അതുപോലെ എല്ലാ ദിശകളിലേക്കും ഒരേ പവറിൽ സിഗ്നൽ വിടാൻ കഴിയുന്ന ആന്റിനയാണിത്. ഇതിന്റെ ഗെയിൻ എപ്പോഴും 0dBi ആയിരിക്കും. യഥാർത്ഥത്തിൽ ഒരു ആന്റിനയ്ക്കും പുതിയതായി പവർ നിർമ്മിക്കാൻ കഴിയില്ല. പിന്നെ എങ്ങനെയാണ് ഒരു ആന്റിനയ്ക്ക് 6dBi അല്ലെങ്കിൽ 9dBi ഗെയിൻ ഉണ്ടെന്ന് കമ്പനികൾ പറയുന്നത്? ഇവിടെയാണ് നമ്മൾ ടോർച്ച് ലൈറ്റിന്റെ ഉദാഹരണം ആലോചിക്കേണ്ടത്. ഒരു സാധാരണ ബൾബ് കത്തിച്ചാൽ വെളിച്ചം ചുറ്റും പരക്കും. എന്നാൽ ആ ബൾബിന് പിന്നിൽ ഒരു റിഫ്ലക്ടർ വെച്ച് ടോർച്ച് ലൈറ്റ് ആക്കുമ്പോൾ വെളിച്ചം പ്രത്യേക ദിശയിലേക്ക് മാത്രം ശക്തമായി പോകും, അല്ലെ? ഈ കാര്യമാണ് ഒരു ആന്റിനയും ചെയ്യുന്നത്. എല്ലാ വശത്തേക്കും പോകേണ്ട സിഗ്നലിനെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് മാത്രം ആന്റിന ഫോക്കസ് ചെയ്ത് വിടുന്നു. ഈ ഫോക്കസിംഗ് അളവിനെ ഐസോട്രോപിക് ആന്റിനയുമായി താരതമ്യം ചെയ്ത് പറയുന്നതാണ് DBi. അപ്പോൾ ചുരുക്കത്തിൽ DB എന്നത് കേബിളിലോ ആംപ്ലിഫയറിലോ ഉണ്ടാകുന്ന മാറ്റത്തെ ഗെയിൻ ഓർ ലോസിനെ കാണിക്കുന്നു. എന്നാൽ DBi എന്നത് ആന്റിന സിഗ്നലിനെ എത്രത്തോളം ഫോക്കസ് ചെയ്യുന്നു എന്നത് കാണിക്കുന്നു. ഇനി മാർക്കറ്റിലെ ഒരു കച്ചവട ട്രിക്ക് പറയാം. വലിയ DBi ഉള്ള ആന്റിന വാങ്ങിയാൽ കൂടുതൽ റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞു വരത്തി പലരും അത് വാങ്ങിപ്പിക്കാറുണ്ട്. എന്നാൽ ആന്റിനയുടെ DB കൂടുമ്പോൾ സിഗ്നൽ ബീം, ബാൻഡ് വിഡ്ത് വളരെ ഇടുങ്ങിയതായി മാറും, ടോർച്ച് ലൈറ്റ് അടിക്കുന്നത് പോലെ. കൃത്യം ആ ഡയറക്ഷനിൽ ഇരുന്നാൽ മാത്രമേ സിഗ്നൽ കിട്ടൂ. അല്പം മാറിയാൽ സിഗ്നൽ കംപ്ലീറ്റ് കട്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഒമിനി ഡയറക്ഷണൽ, എല്ലാ വശത്തേക്കും ഉള്ളത് അത് വേണോ, അതോ ഡയറക്ഷണൽ ആന്റിന ഒരു വശത്തേക്ക് മാത്രമുള്ളത് വേണോ എന്ന് നോക്കി വേണം DB തിരഞ്ഞെടുക്കാൻ. കൂടുതൽ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ടെക് ബ്രീഫ് കേരള സബ്സ്ക്രൈബ് ചെയ്യുക.